ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL 2025 ലേല യുദ്ധം തന്നെ നടക്കുമെന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് മെഗാ താരലേലത്തിനായിട്ട് വമ്പൻ മാറ്റങ്ങൾ വരുത്താനുള്ള എല്ലാ സാധ്യതയും BCCI നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവരുടെയും കാണാൻ സാധിക്കും. യെസ് ഗൈസ്, മെഗാ താരലേലത്തിനായിട്ട് 5 താരങ്ങളെ വരെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ATM കാർഡ് ഉപയോഗിക്കാനുള്ള ഓപ്ഷനും മുമ്പിൽ ഉണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇതിൽ പ്രത്യേക വ്യവസ്ഥകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകളൊക്കെ തന്നെയും. ഏതായാലും 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ IPL മെഗാ ലേലത്തിൽ ടീമുകൾക്ക് 5 കളിക്കാരെ വരെ നിലനിർത്താൻ സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. എന്നിരുന്നാലും എത്ര ഇന്ത്യൻ കളിക്കാരെ അല്ലെങ്കിൽ വിദേശ കളിക്കാരെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്ന് കൂടി നിങ്ങളായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണ്. അതായത് ESPN ക്രിക്കറ്റ് ഇൻഫോ അടക്കമുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്രമുഖ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളുടെ ഉള്ളടക്കം എന്തെന്നുള്ളത് RTM വഴി ഒരു താരത്തെ ലേലത്തിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു താരത്തെ മാത്രമാണ് ഇനിയിപ്പോൾ നിലനിർത്തുന്നതെങ്കിൽ 5 താരങ്ങളെ RTM വഴി ടീമിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതും ലേലത്തിൽ വന്നിട്ടുള്ള വളരെ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്ന് തന്നെയാണ്. മാത്രവുമല്ല, നിലനിർത്തുന്ന ആദ്യ താരത്തിന് 18 കോടി, രണ്ടാമത്തെ പ്ലെയറിന് 14 കോടി, പിന്നീട് മൂന്നാമത്തെ പ്ലെയറിന് 11 കോടി എന്നിങ്ങനെയൊക്കെ തന്നെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ, പക്ഷേ ടീമുകളെ കൂടുതൽ സംശയത്തിലായിക്കൊണ്ട് നിലനിർത്താൻ സാധിക്കുന്ന 4ാമത്തെയും 5ാമത്തെയും പ്ലെയറിന് തുകയിൽ BCCI വമ്പൻ ട്വിസ്റ്റുകൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നിലനിർത്തുന്ന 4ാമത്തെ താരത്തിന് 18 കോടി, 5ാമത്തെ താരത്തിന് 14 കോടി എന്നിങ്ങനെയൊക്കെ തന്നെയാണ് ക്രമീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പ്രമുഖ ക്രിക്കറ്റ് സോഴ്സുകൾ വ്യക്തമാക്കി തരുന്നത്. തീർച്ചയായിട്ടും അതൊരു വമ്പൻ മാറ്റം തന്നെയാണ്. ഇതോടുകൂടി 3 താരങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് RTM വഴി 2 താരങ്ങളെ ലേലത്തിലൂടെ എത്തിക്കാനുള്ള ശ്രമങ്ങളും ടീമുകൾ നടത്താനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. ഏതായാലും വമ്പൻ ടെസ്റ്റുകൾ BCCI കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. IPL 2025 വമ്പൻ യുദ്ധങ്ങൾ തന്നെയാണ് ലേലത്തിൽ നടക്കാൻ പോവുക എന്നുള്ളതും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടുകൂടെ ചെറിയൊരു ഗുഡ് ബൈ.